ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഒരു ചെറിയ വീഡിയോയാണ്, എല്ലാം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ സോയിനെ പുറത്തിറക്കിട്ടോ. സോയിയുടെ ഒന്ന് ശല്യമായിരുന്നു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. സോയിയുടെ ദീശ മുഖത്തുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു വാക്ക പറഞ്ഞാൽ ഇനി കുറച്ച് നേരത്തേക്ക് അനുസരിക്കില്ല, മുഖം അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് രസം. പിന്നെ നേരെ എന്ന് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലത്തെ കട്ടൻ ചായ കുടിക്കൽ ശീലമൊന്നും എനിക്കില്ല കേട്ടോ. ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ചായയൊക്കെ ഇട്ടു, പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു, ചോറൊക്കെ വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നോക്കാമെന്ന് വെച്ചപ്പം അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ തലേദിവസം രാത്രി വെച്ചിരുന്ന ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു ബാലൻസ്, അങ്ങനെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഇന്നലെ ഞാൻ വിചാരിച്ചതാട്ടോ ഇതുപോലെ വൻപയറും മെഴുക്കുവരട്ടി വയ്ക്കണമെന്ന്. പണ്ടൊക്കെ ഉമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കി തരുന്നതൊക്കെ ഞാൻ ഇന്നലെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ്. ഇന്ന് എന്തായാലും വൻപയറും മെഴുക്കുവരട്ടി വെക്കണമെന്ന്. അപ്പോൾ ചെറിയ ഉള്ളിയില്ലേ, കുറച്ച് മെനക്കേടാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ എടുക്കണമെങ്കിൽ. അതൊക്കെ എടുത്ത് അടിപൊളിയാക്കിയിട്ട് മെഴുക്കുവരട്ടി സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് അടിപൊളിയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഫിഷൊക്കെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ഏറെക്കുറെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആലോചിക്കുന്നത്, മീനിൻ്റെ മുട്ട ഉണ്ടായിരുന്നല്ലോ അത്. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് അതും കൂടി ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഉച്ചര പണിയൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനകത്തോട്ട് തന്നെ ഞാൻ ചോറൊക്കെ ഇട്ട് കൊഴിച്ചങ്ങോട്ട് കഴിച്ചേനെ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് സാരമില്ല. എനിക്ക് രാവിലെ ചോറിനാണ് ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പാത്രങ്ങളൊക്കെ അപ്പം എടുക്കണം, ഞാൻ കഴുകി വയ്ക്കുന്നതുകൊണ്ട് ഒരു ലോഡ് കണക്കിന് കഴുകാനൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. എടുക്കുമ്പോൾ അപ്പം തന്നെ കഴുകി വയ്ക്കുന്നതുകൊണ്ട് പണികളൊക്കെ കുറവുണ്ട് കേട്ടോ. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അടുത്ത പരിപാടി നോക്കാമല്ലേ. ഇനി നേരെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ചുട്ടുമണി ഇടയ്ക്കൊക്കെ ഒരു പണി തരാറുണ്ട് കേട്ടോ, അനങ്ങാണ്ടങ്ങ് നിൽക്കും. പിന്നെ ഞാൻ പോയിട്ട് ചില്ലയിലിട്ട് കൊട്ടലും വിളിക്കലും പിന്നെന്താ ഫുഡ് കൊടുക്കലും ഒക്കെയാണ്. അന്നേരം ആൾ ചെറുതായിട്ടൊന്ന് അനങ്ങും, എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നേരെ പുറത്തോട്ട് ഇറങ്ങി. നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ പറിച്ചെടുക്കാനുണ്ടായിരുന്നു. ഇതുപോലെ ഒരു പഴുത്ത് ഈ ഒരു നല്ല കളറൊക്കെ ആവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിങ്ങനെ ഇങ്ങനെ പറിക്കാൻ നല്ല രസമല്ലേ, അതുകൊണ്ട് കേട്ടോ. മുളകാണേലും അങ്ങനെ തന്നെ ഇട്ടേക്കും. ഇനിയിപ്പോൾ 1-2 തക്കാളിയും കൂടി ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലതും കളഞ്ഞിട്ട് നമുക്കവിടെ വേറെ എന്തെങ്കിലുമൊക്കെ നടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെടിയില്ലേ, ഇത് എൻ്റെ ഉണ്ടായിട്ട് അത് മൊത്തം പോയതായിരുന്നു കേട്ടോ. ആ സാഹചര്യമൊക്കെ ഓർക്കാണ്ടിരിക്കണേ ഭേദം. എന്താ പറയുക, എന്തായാലും നമ്മൾ വീട്ടിൽ പോയപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നട്ട് പൂവൊക്കെ ഉണ്ടായി. അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണോ. ഇനിയിപ്പോൾ കുറേ സമയത്തേക്ക് പുറത്തോടെ തന്നെ ഇങ്ങനെ നടക്കും കേട്ടോ. ചെടികളും അതുപോലെ പച്ചക്കറികളും ഉള്ളതൊക്കെ അതൊക്കെ നോക്കി അതിന് ചുറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ മണ്ണിട്ട് കൊടുക്കലും പിന്നെന്താ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അലക്കലും പരിപാടി എല്ലാം കൂടെയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞത് അതാണ്. മാറിയിരിക്കുന്ന കുറച്ച് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ബോട്ടിലിൽ ഞാൻ വെള്ളം നിറയ്ക്കുമ്പോൾ തന്നെ സോയി തുടങ്ങും. എൻ്റെ പുറകിൽ നിന്ന് മാറില്ല. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ അവൾ ഇതുപോലെ ഇട്ട് ആ വെള്ളം അടിച്ചടിച്ച് എന്തൊക്കെയോ കാണിക്കലാണ് കേട്ടോ. സൈക്കോയാണ് സോയി. ആ സമയത്ത് സോയി ഭയങ്കര സൈക്കോയായിട്ട് മാറാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തു, നീ എന്താച്ചാ കാണിച്ചു എന്ന്. അന്നേരം വെള്ളം കുടിക്കണു, കടിക്കണു, അതിനകത്തോട്ട് അടിക്കണു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആ തൊട്ട് താഴെ ഇരിക്കുന്ന പാത്രമാണ് കേട്ടോ അവക്കടെ വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തേക്കുന്നത്. അതിട്ട് കുടിക്കത്തില്ല, നേരെ എന്നിട്ട് ആ അമ്പലൊക്കെ ഇട്ടേക്കുന്ന ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കും. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചെടിയൊക്കെ ഇടാഞ്ഞിട്ടാണോ എന്ന് കരുതിയിട്ട് ഞാൻ 1-2 ചെടികളുടെയൊക്കെ ഇലകളൊക്കെ പറിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ. സോയി ഇങ്ങനെയാണ്, അവൾക്ക് തോന്നുന്ന പാത്രത്തിൽ മാത്രം, അവൾക്ക് ഇഷ്ടപ്പെടുന്ന പാത്രത്തിൽ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെന്താ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പം ഈ ഒരു ജാം റോൾ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടെ ചായ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെ കട്ടൻ കുടിക്കണ ഇഷ്ടമില്ല. പിന്നെന്താ ഇടയ്ക്കൊക്കെ പാൽ ചായ കുടിക്കും. പിന്നെ കോഫി ഭയങ്കര ഇഷ്ടമാണ്, അഡിക്റ്റാണ്. അപ്പോൾ അത് കാരണം ഇപ്പം ഞാൻ വാങ്ങിയിട്ട് വെക്കാറില്ല, കാരണം ഞാനത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട്. പിന്നെ നൈറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു മാതള നാരങ്ങ എടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡിന്നറിന് അൽഫാമാട്ടോ വാങ്ങി. കുറേ നാളായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് പോയി വാങ്ങി. അങ്ങനെ അൽഫാമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ബാക്കി സിനിമയൊക്കെ കാണാമെന്ന് വെച്ച് നമ്മളിങ്ങനെ വന്നിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരമാണ് കേട്ടോ സോയി ഓടി വന്നിട്ട് കയറിയിരിക്കണേ. എന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കുറേ നേരമായിട്ടോ. ഞാനങ്ങനെ ആദ്യമൊന്നും ഞങ്ങൾ കണ്ടില്ല, പിന്നെ നോക്കിയപ്പോൾ ഞാൻ എന്നിട്ട് വീഡിയോ ആക്കിയതാണ്. അനങ്ങണ പോലും ഇല്ല കേട്ടോ. ഓരോ സൗണ്ട് കേൾക്കുന്നതിനനുസരിച്ച് ആക്ഷൻ കാണിക്കുന്നതിനനുസരിച്ച് അവളും ഇങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ശല്യം ചെയ്യുന്നൊന്നുമില്ല, അവളും കാണട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം. അപ്പോൾ വീഡിയോ
എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.